നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിൽ അനുഭവപ്പെടുന്ന റീഡിംഗ് ഡിഫിക്കൽട്ടിയെ കുറിച്ചാണ്. ഏർലി ഐഡന്റിഫിക്കേഷനും റൈറ്റ് സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കുട്ടികളിൽ റീഡിംഗ് ഡിഫിക്കൽട്ടി എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അതായത് കുട്ടി വായിക്കുമ്പോൾ ലെറ്റർ സൗണ്ട്സ് അതുപോലെ തന്നെ ലെറ്റർ ബ്ലെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഇത് കുട്ടിയുടെ ഇന്റലിജൻസിന്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് വളരെ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് അപ്രോച്ചസിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി കുട്ടികളിലെ റീഡിംഗ് ഡിഫിക്കൽട്ടിയിലെ ഏർലി സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗസ് ചെയ്ത് വായിക്കുക, അതായത് വേർഡ് ഡീകോഡ് ചെയ്യുന്നതിന് പകരം ഗസ് ചെയ്ത് വായിക്കുന്നത്, വളരെ സ്ലോ ആയിട്ട് റീഡ് ചെയ്യുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് തെറ്റുകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്, അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് മനസ്സിലാക്കാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ട്, സൗണ്ട്സ് ഫോണിക് സൗണ്ട്സ്, ഓരോ ലെറ്ററിനും ഓരോ സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ ബി ഡി തിരിഞ്ഞു പോകാം, അതുപോലെ തന്നെ പി ക്യു ഇതെല്ലാം തിരിഞ്ഞു പോകാം. കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം കുട്ടിക്ക് ഇംപ്രൂവ്മെന്റ് സ്ലോ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. റീഡിംഗ് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന കുട്ടികളിൽ ഇമോഷണൽ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഇത്തരത്തിൽ റീഡിംഗ് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന കുട്ടികളിലുള്ള ഇമോഷണൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇമോഷണലി അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ക്ലാസ് റൂമിൽ ആൻസൈറ്റി, റീഡിംഗ് ടൈമിൽ ആൻസൈറ്റി കുട്ടികൾക്ക് വളരെയധികം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഇവർ അവോയ്ഡ് ചെയ്യും. ഇനി റീഡിംഗ് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന കുട്ടികളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഇമോഷണൽ എഫക്റ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോ കോൺഫിഡൻസ് ആയിരിക്കും കുട്ടിക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ക്ലാസ് റൂം ആൻസൈറ്റി, റീഡിംഗ് അവോയ്ഡ് ചെയ്യാം, ഫ്രസ്ട്രേഷൻ മുതലായ ഇമോഷണൽ ഇമ്പാക്റ്റ് കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് അക്കാഡമിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല ഇമോഷണൽ സപ്പോർട്ടും കൂടെ നമ്മൾ നൽകേണ്ടതാണ്. ആസ് എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏർലി ഐഡന്റിഫിക്കേഷനും അസസ്മെന്റും സ്ക്രീനിങ്ങും. കുട്ടിക്ക് റീഡിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മുൻപേ തന്നെ മനസ്സിലാക്കുന്നത് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കും. സെക്കൻഡ് വൺ ആണ് ഫോണിക് ബേസ്ഡ് ഓർ മൾട്ടി സെൻസറി ടീച്ചിങ് മെത്തേഡ്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിനാവശ്യമായിട്ട് കുട്ടികൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ്, സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. തേർഡ് വൺ ആണ് സ്മോൾ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ നൽകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ നൽകുന്നത് അവർക്ക് മനസ്സിലാക്കിയെടുത്ത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഫോർത്ത് വൺ ആണ് റെഗുലർ റീഡിംഗ് പ്രാക്ടീസ് വിത്ത് ഗൈഡൻസ്. നമുക്കറിയാം ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആവശ്യമാണ്. ഇനി ലാസ്റ്റ് വൺ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള കോർഡിനേഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി, അതൊരു കീ ഫാക്ടർ ആണ്. റീഡിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് ശരിയായിട്ടുള്ള ഇന്റർവെൻഷൻ, പേഷ്യൻസ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ഉണ്ടെങ്കിൽ കുട്ടിയിൽ വളരെ നല്ല രീതിയിൽ പ്രോഗ്രസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആസ് എ എഡ്യൂക്കേറ്റർ, പാരന്റ്സ് എന്ന നിലയിൽ നമ്മുടെ റോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിയിലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നതാണ്. താങ്ക് യു.